കുവൈറ്റ് നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധയിനം പരിപാടികളാണ് നടത്തുന്നത്. ഈ തവണ OICC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹജീവികളെ സഹായിക്കുവാൻ വേണ്ടി ഇതുപോലെയുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും OICCക്ക് കുവൈത്തിൽ 14 ജില്ലാ കമ്മിറ്റികളുണ്ട്. 14 ജില്ലയിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇന്നത്തെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിനെ വൻപിച്ച വിജയപ്രദമാക്കി മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാനും കുവൈത്തിലെ മനോജ് മാവലിക്കരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്കും ഒരു ഉന്മേഷം നൽകുവാനും കഴിഞ്ഞിട്ടുണ്ട്. കുവൈത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുവാൻ ഇതുപോലെയുള്ള സംഘടനകൾ മുന്നോട്ട് വരണം. അതോടൊപ്പം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നാളെ വൈകുന്നേരം OICC നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകുന്നേരം 7 മണിക്ക് ശബരിനാഥ് XMLA പങ്കെടുക്കുന്ന ഒരു സൂം മീറ്റിംഗും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കുവൈത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും സഹകരണവും പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു. OICC കാസർഗോഡ് പോയിന്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ രക്തദാന ക്യാമ്പ് നടക്കുകയാണ്. കാസർഗോഡ് OICCയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ ഒരു സുദിനമായി ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുകയാണ്. കൊറോണ കാലത്തിൻ്റെ ദുരന്തങ്ങൾക്ക് അപ്പുറം വീണ്ടും സജീവ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഭാഗമായി നന്മ നിറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തന്നെ തുടക്കം കുറിക്കണം എന്നുള്ള ആശയം ഞങ്ങളുടെ ഇടയിൽ രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രക്തദാന ക്യാമ്പ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നമ്മുടെയൊക്കെ ലീവും സൗകര്യം നോക്കിയിട്ട് ഒക്ടോബർ 1 എന്നുള്ള ഡേറ്റ് ഞങ്ങൾ ഒരു മാസം മുൻപേ തീരുമാനിക്കുകയും അതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ നടത്തുവാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ഒക്ടോബർ 1 പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് രക്തദാന സന്നദ്ധ ദിനമായിട്ടാണ് ലോകം മുഴുവനും ആചരിക്കുന്നത്. ഏത് രീതിയിൽ നോക്കിയാലും ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്നതും ഓർമ്മച്ചുപ്പിൽ ഓർത്തുവെക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ സംരംഭത്തിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഞങ്ങൾ എന്നൊന്നും കടപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി ഈ അർത്ഥത്തിൽ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് ഞങ്ങളോട് നല്ല രീതിയിൽ സഹകരിച്ച ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ബദൽസാമ ഇവരുടെ മുഖ്യ പ്രായോജകർ എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ സംരംഭവുമായി മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സബ്ബായിട്ട് ബാക്കിയുള്ളവരും ഞങ്ങളെ വളരെയധികം ഈ പരിപാടിയുമായി സഹകരിച്ചിട്ടുണ്ട്. OICC നാഷണൽ കമ്മിറ്റിയുടെയും പ്രത്യേകിച്ച് കോൺഗ്രസ് അനുഭവം പുലർത്തുന്ന എല്ലാവരുടെയും സഹകരണം കക്ഷി രാഷ്ട്രീയ ഭേദമില്ലേ എന്നിവിടെ രക്തദാനം ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളവർ എല്ലാവരോടും ഞങ്ങൾ ഒന്നും കടപ്പെട്ടവരാണ്. അതുപോലെ തന്നെ BDKയുടെ പരിപൂർണമായിട്ടുള്ള സഹകരണമാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് ഏറ്റവും ചുക്കാൻ പിടിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അവരോടുള്ള കടപ്പാട് ഇനി അങ്ങോട്ടുമുള്ള രക്തദാന ക്യാമ്പിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും BDK നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ സജീവ സാന്നിധ്യ സഹകരണം ഉണ്ടാകും എന്നുകൂടി ഈ അവസരത്തിൽ ഉറപ്പു നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ ഈ അവസരത്തിൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെയൊക്കെ സഹകരണത്തിനും ഇതുപോലെ ഈ പരിപാടിയിൽ ഇപ്പോഴും സജീവമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും ഭാവുകങ്ങളും ഈശ്വരാഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ രക്തദാന ക്യാമ്പിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മത്തിന് മുന്നോടിയായി ഈശ്വര പ്രാർത്ഥനയാണ് ആദ്യം നടക്കുന്നത്. കുവൈറ്റിന്റെയും ഇന്ത്യയുടെയും നാഷണൽ ആന്തത്തോടുകൂടി നമ്മുടെ 20 മിനിറ്റ് ദൈർഘ്യമുള്ള ചെറിയ ഒരു ഉദ്ഘാടന സെഷന് തുടക്കം കൊടുക്കുകയാണ്.
शुभ नामे जागे तब शुभ आशीष मागे गावे तब जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे जय हिंद. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ള ചെറിയ ചടങ്ങാണ്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ ധന്യ മുഹൂർത്തത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി YCC കാസർഗോഡ് യൂണിറ്റിന്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സെക്രട്ടറി ശ്രീ സൂരജ് കണ്ഠനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെയധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഇന്നിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നമ്മളിങ്ങനെ ജില്ലാ കമ്മിറ്റി നിൽക്കുന്നത്. വളരെ പ്ലാൻഡായി നമ്മുടെ ഈ ബ്ലഡ് ഡൊണേഷൻ പരിപാടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ നമ്മളോട് സഹകരിച്ച എല്ലാ ജില്ലാ കമ്മിറ്റികളും രാഷ്ട്രീയ പേര് തന്നെ നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയാം. ഞാൻ കൂടുതൽ കാര്യങ്ങൾക്കൊന്നും കിടക്കുന്നില്ല. ഇന്നിവിടെ ഈ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ ജയേഷ് ഓണശ്ശേരിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ യോഗ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ YCC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ വർഗീസ് പുതുക്കുളങ്ങരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കേരളയുടെ ഡിബേറ്റ് ചാപ്റ്ററിന്റെ എല്ലാ ഭാരവാഹികളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മോട് സഹകരിച്ച പ്രിയപ്പെട്ട സ്പോൺസർമാരും എത്തിച്ചേർന്നിട്ടുണ്ട്. 2-3 പേർ എത്തിച്ചേർന്നാലും അവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന YCC നാഷണൽ കമ്മിറ്റി ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് പോഷക സംഘടനാ ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ ഇവിടെ പറഞ്ഞു. അധ്യക്ഷ പ്രസംഗത്തിനായി YCC യൂണിറ്റിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ജയേഷ് ഓണശ്ശേരിനെ സ്വാഗതം ചെയ്യുക. ഏറ്റവും പ്രിയപ്പെട്ട ഇന്നത്തെ ഈ ഒരു ക്യാമ്പിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട YCCയുടെ നാഷണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വർഗീസ് പുതുക്കുളങ്ങര, YCCയുടെയും അതുപോലെ തന്നെ BDKയുടെയും ഭാരവാഹികൾ, പ്രിയ രക്തദാതാക്കളെയും പ്രിയ സുഹൃത്തുക്കളെയും, YCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ധന്യ മുഹൂർത്തമാണ്. മഹാത്മാഗാന്ധിയുടെ ജന്മദിന ആഘോഷത്തിൻ്റെയും ഇന്ത്യ കുവൈറ്റ് നയതന്ത്ര ബന്ധത്തിൻ്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. രക്തദാനം മഹാകർമ്മമാണ്. നമുക്കറിയാം, മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഹിംസ എന്ന ഒരു നൂതന സമരായുധം നമ്മുടെ ലോകത്തിന് തന്നെ സമ്മാനിച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ ഇതിലപ്പുറം ഒരു നല്ലൊരു സത്പ്രവൃത്തി നമുക്ക് ചെയ്യാനില്ല. ഏതായാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. ഒപ്പം രക്തദാനത്തിൻ്റെ ആ ഒരു പ്രാധാന്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടി ഈ ഒരു ദിവസം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം അത് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമല്ല, അത് മറ്റുള്ളവർക്കും കൂടി രക്തത്തിൽ ജീവന് വേണ്ടി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കും കൂടി പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം ഈ ദിവസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ടും ഈ ഒരു പരിപാടിയുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന BDKയുടെയും YCCയുടെയും എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ ഞങ്ങൾ അവരെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി വിജയിപ്പിക്കുന്നതിനായിട്ട് ഇവിടെയുള്ള വിവിധ സ്ഥാപനങ്ങളുടെ ഗ്രാൻഡ് ഹെൽപ്പർ, അതുപോലെ തന്നെ മദർസമ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ഞങ്ങൾ ഈ ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളെ പിന്തുണയ്ക്കുവാനും സഹകരിക്കുവാനൊക്കെ മുന്നോട്ട് പോകുന്നു. ഇതുപോലെയുള്ള കാരുണ്യ പ്രവൃത്തി ഇനിയും നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു പരിപാടിയുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന മീഡിയ പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ ഇവിടെയുള്ള നഴ്സുമാർ തുടങ്ങി എല്ലാവരും ഈ ഒരു ദിവസത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരോടും OICC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. താങ്ക് യു. അടുത്തതായി ഈ മഹനീയ മുഹൂർത്തത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി OICCയുടെ ആരാധനായ പ്രസിഡന്റ് ശ്രീ വർഗീസ് പുതുകുളങ്ങരയെ ക്ഷണിക്കുകയാണ്. അതിന് മുൻപായി ഉദ്ഘാടനം ഗാന്ധിജിയുടെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ആ കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് OICC കുവൈറ്റിന്റെ പ്രസിഡന്റ് ശ്രീ വർഗീസ് പുതുകുളങ്ങരയെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ശ്രീ ജയേഷും ശ്രീ സൂരജ് കണ്ണനും നാഷണൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ PS പിള്ളയെയും ക്ഷണിക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗത്തിനായി OICC നാഷണൽ കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ വർഗീസ് പുതുകുളങ്ങരയെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട OICCയുടെ ശ്രീ ജയേഷ് സ്വാഗതം ആശംസിക്കാം. പ്രിയപ്പെട്ട OICCയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി സൂരജ് കണ്ണൻ, ഇത് കോർഡിനേറ്റ് പ്രിയപ്പെട്ട ശ്രീ രാമകൃഷ്ണൻ കർണാടക, കുവൈത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായ യഥാർത്ഥത്തിൽ കുവൈത്തിലെ ഇതുപോലെയുള്ള സംഘടനകൾക്ക് ഇത്തരത്തിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഇതിന് പ്രോത്സാഹനം നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് BDKയുടെ സാരഥി ശ്രീ മനോജ് മാവേലിക്കര, OICC നാഷണൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ശമ്പൂർ ചാക്കോ കാപ്പുകളിക്കൽ, OICC നാഷണൽ കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ DS പിള്ള, ഈ കാസർഗോഡ് ജില്ലയുടെ OICCയുടെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ ജോയി ജോൺ തുണ്ടിക്കര, OICC നാഷണൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വർഗീസ് ജോസഫ് മാരാമൻ, കാസർഗോഡ് ജില്ലയുടെ ചുമതലയുള്ള OICC നാഷണൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ജോയി കരുവാടോ, പ്രിയപ്പെട്ട OICCയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻ കടകണ്ടി, ശ്രീ ഷംസു താമരക്കുളം, ഷംസു കുക്കു, പ്രിയപ്പെട്ട ജലീൽ പ്രിയ, മറ്റു സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ ജിബിൻ മുഴക്കുന്ന അടക്കം, അതുപോലെ റസാഖ് ജനങ്ങൾക്ക് അടക്കമുള്ള OICCയുടെ നാഷണൽ കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും വോട്ടർ സംഘടനയുടെയും സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇന്നിവിടെ ഈ പരിപാടി വിജയിപ്പിക്കുവാനും നമ്മളോടൊപ്പം സഹകരിക്കുന്ന BDKയുടെ വോളണ്ടിയേഴ്സ്, അതുപോലെ നമ്മുടെ സഹോദരിമാർ, നേഴ്സുമാർ, സഹോദരിമാർ അടക്കമുള്ള സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഇന്ന് ലോകം എമ്പാടും നിന്നും നാളെയുമൊക്കെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയുടെ ജന്മദിനം വളരെ വിപുലമായ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് ഉന്മേഷം നൽകുവാനും ഒരു പുത്തൻ ഉണർവ് നൽകുവാനും മഹാത്മാഗാന്ധിജി നമുക്ക് നേടിത്തന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യമടക്കമുള്ള മഹത്തായ പ്രവർത്തനങ്ങൾ ഒരിക്കൽ കൂടി കാതുകൾ എത്തിക്കുന്ന ഒരു സംരംഭമായി ഗാന്ധി ജയന്തി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുവൈത്തിൻ്റെ വിവിധ മേഖലകളിൽ മഹാത്മാഗാന്ധിജിയുടെ പേരിൽ രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളും വളരെ ആദരവോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം OICC നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരാറുള്ള ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള രക്തദാന ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. നാളെ വൈകിട്ട് മഹാത്മാഗാന്ധിജി രാജ്യത്തിന് നൽകിയ സംഭാവന, നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് ആസ്പദമാക്കിക്കൊണ്ട് പ്രിയങ്കരനായ
കെ ശബരിനാഥ് എക്സാമിൻ്റെ പ്രഭാഷണം നടത്തുന്നു. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകത്തക്ക തക്ക രീതിയിലാണ് കാസർഗോഡ് OICC ജില്ലാ കമ്മിറ്റി ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാതിരിക്കുവാൻ നിവൃത്തിയില്ല. നമ്മുടെ എത്രയോ സഹജീവികൾ ഇവിടെ മരണപ്പെടുന്നു. സത്യത്തിൽ കുറ്റവും ഉടയോരും ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സുകളിൽ ഓടിയെത്തുന്ന പേരുകളിൽ ഒരു പ്രധാനിയാണ് ശ്രീ മനോജ് മാവേലിക്കർ. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഞാനിത് എനിക്കുണ്ടായ പല അനുഭവങ്ങളും ഒരനുഭവം, കാര്യം ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് സഹജീവികളെ സഹായിക്കാനുള്ള ആ നല്ല മനസ്സിന് ഈ സന്ദർഭത്തിൽ ഒരു അവാർഡ് പോലെ തന്നെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വാചകം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരു കുറ്റബോധമുണ്ടാവും. മല്ലപ്പള്ളിക്കാരന് ആരോഗ്യമില്ലാത്ത എങ്ങനെയോ വിസ കാശ് കൊടുത്ത് കുവൈത്തിലെത്തി. തൻ്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി 3 പെൺമക്കളാണ്. വീട്ടിലുണ്ടായ പല ബാധ്യതകളുടെ പേരിൽ ആത്മഹത്യ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ്റെ ബോഡി നാട്ടിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി നാട്ടിൽ നിന്ന് നമ്മുടെ UDFന്റെ ഒരു ഉന്നത നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഉടൻ തന്നെ മനോജ് മാവേലിക്കരെ വിളിച്ചപ്പോൾ മനോജ് മാവേലിക്കര അതിൻ്റെ പ്രവർത്തനങ്ങളുമായി പോകാൻ റെഡിയായിരിക്കുകയാണ്. ആ ബോഡി നാട്ടിൽ കഴിഞ്ഞ ദിവസം ചെന്നു. ഇന്ന് ആ സംസ്കാരമാണ്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് ഇങ്ങനെയുള്ള സഹായങ്ങൾ, ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ജോലി സമയം പോലും കളഞ്ഞിട്ടാണ് ഈ തരത്തിൽ, അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമില്ല. നിങ്ങൾക്ക് ഏത് സമയത്തും രാത്രി 12 മണിക്ക് 1 മണിക്ക് വിളിച്ചാലും അദ്ദേഹത്തിൻ്റെ മൊബൈല് സ്വിച്ച് ഓഫ് ചെയ്യില്ല, ആൻസർ ചെയ്യില്ല. അപ്പോൾ തീർച്ചയായും OICCയുടെ പേരിൽ, ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിൽ അദ്ദേഹം നടത്തുന്ന ഈ പുണ്യപ്രവൃത്തിയെ കൂടി ഈ സന്ദർഭത്തിൽ മനോജ് മാവേലിക്കരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ OICC നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്കറിയാം, ഒരു കെട്ട സമയമാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഈ കുവൈത്തിലെ ലോകത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതവും പ്രയാസവും, പ്രത്യേകിച്ച് കുവൈത്തിൻ്റെ മണ്ണിൽ നമ്മൾ നേരിട്ട് കണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ചതിന് ശേഷം ഇങ്ങനൊരു മനസ്സിൽ പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് പോലും എല്ലാ അർത്ഥത്തിലും തകർന്ന തരിപ്പണമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കേരളം പോലെ സംസ്ഥാനത്ത് അതിരൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ കോവിഡ്, കുവൈത്തിൽ വളരെ സന്തോഷകരമായ റിപ്പോർട്ടുകളാണ് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടുവാനും ഇത്തരം പുണ്യ പ്രവർത്തികൾ നമുക്ക് കൂടുതൽ സജീവമായി നടത്തുവാനും നമുക്ക് ദൈവം തമ്പുരാൻ നമുക്കതിനുവേണ്ട കഴിവ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സ്വരജിന്റെ നേതൃത്വത്തിൽ വളരെ ആത്മാർത്ഥമായി കുറേ ദിവസമായി രാമകൃഷ്ണമൊക്കെ ഇതിന്റെ പിന്നിൽ, അവർ മാത്രമല്ല കാസർഗോഡ് ജില്ലയിലെ OICC നേതാക്കന്മാരും അനുഭാവികളും ഒക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു. തീർച്ചയായും ഒരു വൻപിച്ച വിജയമാക്കി തന്ന ഈ ഇവിടെ കൂടിയിരിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാവരോടും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ഇതിപ്പോൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും പരിപാടി നടത്തുന്നതിന് ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് തീർച്ചയായും ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകട്ടെ. വരും ദിവസങ്ങളിലും ഇത്തരം പരിപാടികൾക്ക് VDKയുടെ ഭാഗത്തു നിന്ന് മനോജ് മാവേലിക്കർ നമുക്ക് എല്ലാ സപ്പോർട്ടും തരും. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വന്ന കാസർഗോഡ് ജില്ല ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടും കൂടി ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് Dr. Rania Ahmed, she will arrange a small gift for our frontline warriors. Please come up and collect that gift, and that gift will hand over to our national committee president, Sri Varghese Purivanna. Thank you, Dr. Very much. We will accept your very cooperation in our commitment and others. Thank you very much. പ്രിയമുള്ളവരെ, നമ്മുടെ അടുത്തതായി നമ്മുടെ ആശംസാ പ്രസംഗമാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. മാക്സിമം ഒരു 1.5 മിനിറ്റിനകം, കാരണം ആരെയും അഭിസംബോധന ചെയ്യാതെ
ഒരു 1.5 മിനിറ്റിനകം അവസാനിക്കുന്ന രീതിയിൽ ആശംസാ പ്രസംഗം അർപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഇന്നത്തെ ഈ ബ്ലഡ് രക്തദാന ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നത് തന്നെ BDKയുടെ സഹകരണത്തോടു കൂടിയാണ്. BDKയുടെ കോർഡിനേറ്ററായ മനോജ് മാവിയലിക്കരിയെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ആദ്യമേ തന്നെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട OICC കാസർഗോഡ് പ്രവർത്തകരെ, എൻ്റെ നാട്ടുകാരനും കൂട്ടുകാരനും കൂടിയായ വർഗീസ് പുതുക്കുളങ്ങര, ഇവിടെ എത്തിയ എല്ലാ രക്തദാതാക്കൾക്കും ആദ്യമായി നമസ്തേ, നന്ദി. ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് ഇന്നിവിടെ നടക്കുന്ന ഈ രക്തദാന ക്യാമ്പിൽ പങ്കെടുത്ത് നിരവധി അനവധി ആൾക്കാർ രക്തദാനം ചെയ്യാനുള്ളവർക്ക് എല്ലാവരുടെയും സന്മനസ്സിനെ നന്ദിയോടെ സ്മരിക്കുന്നു. ഒപ്പം ശകലം BDKയുടെ കഥകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. 2014 ഒരു ചങ്ങനാശ്ശേരിക്കാരൻ വിനോദ് ഭാസ്കറിന്റെ തലയിൽ വിധിച്ച വെറും ഒരു ആശയമാണ് ബ്ലഡ് ഡൊണേഴ്സ് കേരള എന്ന പ്രസ്ഥാനം. ഇന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചിരിക്കുന്ന മലയാളികൾക്ക് ലോകത്തെവിടെ രക്തത്തിനൊരാവശ്യം വന്നാലും BDK വോളണ്ടിയേഴ്സ് ആ രാജ്യത്ത് റെഡിയാണ്. അതിന്റെ ഭാഗമായി 2016 കുവൈറ്റിൽ ആരംഭിച്ച ബ്ലഡ് ഡൊണേഴ്സ് കേരളയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 2016 മുതൽ കുവൈറ്റിൽ പ്രവർത്തനം ആരംഭിച്ച BDK ഇന്ന് വരെ കുവൈറ്റിന്റെ ചരിത്രത്തിലെ രക്തദാന രംഗത്ത് അതിപ്രസക്തമായ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസവും ഒരു അപൂർവ രക്ത ഗ്രൂപ്പ്, ബോംബെ ഗ്രൂപ്പ് നമ്മൾ ദാനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രവുമല്ല, ഓരോ വർഷവും നിരവധി അനവധി രക്തദാനങ്ങളിലൂടെ ബ്ലഡ് ഡൊണേഴ്സ് കേരള കുവൈറ്റ് സെൻട്രൽ ബ്ലഡ് ബാങ്കിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യന്തം ദുർഘടമായ ഈ കാലഘട്ടത്തിൽ കുവൈറ്റ് അതിരൂക്ഷമായ രക്തക്ഷാമം അനുഭവിക്കുന്ന വിവരം നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന എല്ലാ OICC ഭാരവാഹികൾക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. മേലിലും ഇത്തരം പ്രവർത്തനങ്ങളുമായി ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് കുവൈറ്റ് സമൂഹത്തെ നിങ്ങൾ സഹായിക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ 15ാമത്തെ ക്യാമ്പാണ് ഇതുവരെ ഞങ്ങൾ ഇന്ന് ഈ OICCയുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ വർഷം ഡിസംബർ വരെ ഞങ്ങൾ പല സംഘടനകളോടൊപ്പം ഇവിടെ തന്നെയൊക്കെ ഉണ്ടാകും. ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിഗംഭീരമായ രീതിയിൽ ഈ രാജ്യത്തെ നിങ്ങളുടെ രക്തദാനം ചെയ്ത് സ്വീകരിക്കുവാൻ, സ്നേഹിക്കുവാൻ, നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുവാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്തേ. നമ്മുടെ ഇന്നത്തെ ഈ സംരംഭത്തിന് നമ്മൾക്ക് താൽക്കാലികമായി പ്രവർത്തിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്ലൈൻ വാരിയേഴ്സാണ്. ഇന്നത്തെ ഈ രക്തദാന ക്യാമ്പിൽ നഴ്സിംഗ് ഹെഡായി ചുമതല വഹിക്കുന്ന ബ്ലസ്സി ചെറിയാനെ ഞങ്ങളുടെ ചെറിയ ഒരു ഗിഫ്റ്റ് ചെയ്യുന്നതിന് സുരേന്ദ്രമോഹൻ, BDKയുടെയും OICCയുടെയും പ്രവർത്തകനായ ശ്രീ സുരേന്ദ്രമോഹനെയാണ്. അടുത്തായി ഗിഫ്റ്റ് ഏറ്റുവാങ്ങാൻ വേണ്ടി അനീഷ് ജോസഫ്, ഫ്രണ്ട്ലൈൻ വാരിയർ അനീഷ് ജോസഫിനെ കൊടുക്കുന്നത് നൽകുവാൻ വേണ്ടി രാജേഷ്, OICC കുവൈറ്റിന്റെ ട്രഷറർ രാജേഷിനെ ക്ഷണിക്കുകയാണ്. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി 2 വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടി OICC നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സാമുവൽ ചാക്കോയെ ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വിജേഷ്, ഈ യോഗ ഉദ്ഘാടനം നിർവഹിച്ച OICCയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ വർഗീസ് പുതുക്കുളങ്ങര, BDKയുടെ കോർഡിനേറ്റർ എന്ന് പറയുന്ന എൻ്റെ നാട്ടുകാരനും സഹോദരനുമായ ശ്രീ മനോജ്, കാസർഗോഡ് ജില്ലയുടെ ഭാരവാഹികളെ, പ്രവർത്തകരെ, OICCയുടെ നാഷണൽ ഭാരവാഹികളെ, ജില്ലാ ഭാരവാഹികളെ, പ്രവർത്തകരെ, വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. OICCയുടെ രൂപീകരണത്തിന് കാസർഗോഡ് ജില്ലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നേതൃത്വം എന്നെയായിരുന്നു OICC എത്തിച്ചത്. അത് കഴിഞ്ഞ പല പരിപാടികളിലും കാസർഗോഡ് ജില്ലയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച്
ഇതിൻ്റെ ഒരു ആശയം കൊണ്ടുവന്നത് വളരെയധികം ശ്ലാഘനീയമാണ്. അവരുടെ ഈ പ്രവർത്തനങ്ങൾ വളരെയധികം ശ്ലാഘനീയമാണ്. മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരും. ഗാന്ധിജി പറഞ്ഞത് എൻ്റെ ജീവിതമാണെന്ന സന്ദേശം. ഇന്നത്തെ ഈ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നമ്മളൊരു മീറ്റിംഗ് കൂടി ഇങ്ങനെ പോയാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സന്ദേശം ഒന്നും എത്താൻ തോന്നില്ല. ഒരു പ്രവൃത്തിയിലൂടെ നമ്മളെല്ലാം അദ്ദേഹത്തിലൂടെ ആ പ്രവർത്തനം കാണിക്കുന്നത് ഒരു പ്രവൃത്തി കാണിച്ചു. ഇതൊരു യഥാർത്ഥമായ ഒരു ഗാന്ധിയൻ പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണിച്ചു വെച്ചത്. ഞാൻ അതെല്ലാം വളരെയധികം ശ്ലാഘനീയം. മറ്റുള്ളവർക്കും പ്രോത്സാഹനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആശംസക്കായി നാഷണൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ VS പിള്ളയെ ക്ഷണിക്കുകയാണ്. അതിനു മുൻപായി അഷ്റഫ് കുച്ചാനത്തിന് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നൽകുന്നത് OICCയുടെ നാഷണൽ കമ്മിറ്റി സെക്രട്ടറി VS പിള്ള. രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ VS പിള്ളയെ ക്ഷണിക്കുകയാണ്. മറ്റ് പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മുടെ PDKയുടെ ബഹുമാനപ്പെട്ട ശ്രീ മനോജ് മാവേലിക്കര, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ പ്രത്യേകതയെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ 150ാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് OECD നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ PDKയുടെ സഹായത്തിൽ നടക്കുന്ന ഈ രക്തദാന ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നമ്മുടെ 14 ജില്ലകളിൽ നിന്നും ഏറ്റവും ശ്രദ്ധേയമായ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. ഇതിലെ എല്ലാ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ പ്രവർത്തനത്തിലെത്തുന്നു. അടുത്തതായി നമ്മുടെ ചെറിയ നൽകുന്നതിന് വേണ്ടി പുഷ്പരാജൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. OICC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശ്രീ പുഷ്പരാജൻ. Next I would like to invite our frontline warrior Ala Amir Ahmed to receive a gift for the councilor, and it will be handed over to Shri Pushparaj, OICC കാസർഗോഡ് വൈസ് പ്രസിഡന്റ്. അടുത്തതായി സിസ്റ്റർ ജൂനിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ചെറിയ ഉപകാരം നൽകുന്നതിന് വേണ്ടി മനോജ് നീലേശ്വരം ക്ഷണിക്കുകയാണ്. മനോജ് നീലേശ്വരം. അടുത്തതായി സിസ്റ്റർ ലിൻസിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സോറി ബ്രദറായിരുന്നു, ഞാൻ പേരിൽ കൺഫ്യൂഷൻ കൊണ്ടാണ് ഞാൻ സിസ്റ്റർ പറഞ്ഞത്. സോറി. അടുത്തതായി ഞങ്ങളുടെ സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ബ്രദർ ലിൻസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നൽകുന്നത് നാസർ KE, നാസർ ചുള്ളിക്കര, OICC കാസർഗോഡ് കമ്മിറ്റി. അടുത്തതായി ഞങ്ങളുടെ ഉപകാരം സ്വീകരിക്കുന്നതിന് വേണ്ടി സിസ്റ്റർ സ്നേഹയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നൽകുന്നത് സ്മിതേഷ്. അടുത്തതായി ഞങ്ങളുടെ ഉപകാരം സ്വീകരിക്കുന്നതിന് വേണ്ടി സിസ്റ്റർ I would like to invite Sister Laila, please come up and collect our more gift for you. It will hand over to Anil Chimeni.
ഞങ്ങളുടെ ഉപകാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ബ്രദർ സാജനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നൽകുന്നത് ഇക്ബാൽ റഹ്മാൻ. അടുത്തതായി 2 വാക്ക് ആശംസ അർപ്പിക്കുന്നതിനായി നൽകുന്നത് ബാബു നൽകിയതാണ്. സൂരജ് കണ്ണൻ. അടുത്തതായി സതീഷ് കുതിരമ്മൻ നൽകുന്നത്. സതീഷ് കുതിരമ്മൻ ശില്പ സതീഷ് കുതിരമ്മൻ. അടുത്തതായി നമ്മുടെ സ്നേഹോപകാരം സ്വീകരിക്കുന്നതിന് വേണ്ടി സിസ്റ്റർ ഹൻസു നൽകുന്നതിന് വേണ്ടി ഷംസു താമരക്കുളത്തെ ക്ഷണിക്കുകയാണ്. അടുത്തതായി സ്വീകരിക്കുന്നത് ബ്രദർ ലിജോ. ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചരിത്രത്തിന്റെ ഗതിനെ മാറ്റിയ മഹാനഗരത്തിന്റെ ആദർശങ്ങൾക്ക് ഇനിയും നിലയുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. ഈ പ്രവാസത്തിലായിരിക്കുന്ന ഈ സമൂഹം ഇങ്ങനെ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ആളുകളെ ബോധവൽക്കരിക്കുകയും ഇതിൽ പങ്കാളികളാകുന്നതിൽ തീർച്ചയായും ഓരോ ഭാരതീയ മന്ത്രിയും വൈഎസ്എസിന്റെ പ്രവർത്തനങ്ങളെ അഭിമാനിക്കുന്നു. ഈ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിന് എല്ലാവരുമായി നന്ദി. നമ്മുടെ മീറ്റിംഗ് അല്പം നീണ്ടു പോയതുപോലെ തന്നെ പ്രത്യേകം ഒരുപാട് നമ്മുടെ ഭാരവാഹികളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മുടെ ജില്ലയുടെ ചുമതലയുള്ള സെക്രട്ടറി കൂടിയായ സെക്രട്ടറി രോഹിത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2-നോടനുബന്ധിച്ച് ഇന്ന് ഈ OICC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അവതരിപ്പിച്ചിരിക്കുമ്പോൾ ഏകദേശം 1 മാസത്തോളമായ പ്രയത്നത്തിൽ ഇത്തരത്തിലാണ് ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിക്കുവാനും ഇത്രയും പേരെ അവർക്ക് സാധിച്ചത് അവർ പ്രത്യേകമായി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഏതാ ഒന്ന് ഗൾഫ് പത്രങ്ങൾക്ക് ഓൺലൈൻ പിന്നെ തൃശ്ശൂർ ടൈംസ് എന്ന് പറഞ്ഞൊരു നാട്ടിലാണ് കംപ്ലീറ്റ് ഓപ്പറേഷൻ. ഇവിടുത്തെ വാർത്തകളൊക്കെ കൂടുതലാണ്. ഇവിടുത്തെ അതെ ഒരു ഗ്ലോബൽ റീച്ചുള്ള സാധനമാണ് ടീം വർക്കാണ്. അതെ അല്ലേ. മറ്റേ ഗൾഫ് പത്രം മെയിനായിട്ട് മിഡിൽ ഈസ്റ്റ് ഫോക്കസ്ഡാണ്. അത് നല്ല റീച്ചുള്ള സാധനം. അതല്ലേ. ചാനൽസ് ഉണ്ടോ? അതൊക്കെ ഇതന്നെ യൂട്യൂബും ഇതൊക്കെ ഉണ്ട്. മെയിനായിട്ട് വെബ്സൈറ്റാണ്. യൂത്ത് ലീഗിന്റെ പ്രതിനിധി ഇല്യാസ് ഒരു വാക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന PDPക്കുമുള്ള 2 മൊമെന്റോ വിതരണം ചെയ്യുന്ന പരിചരണമാണ്. DDPയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കോർഡിനേറ്റർ ശ്രീ ജിതിൻ ജോസിനെ അവാർഡ് സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു കൊടുക്കുന്നു. അത് നൽകുന്നതായ നാഷണൽ കമ്മിറ്റിയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ മെമ്പർ ശ്രീ രാമകൃഷ്ണൻ കണ്ണൂർ. എല്ലാവർക്കും നമസ്കാരം. OICC ഞങ്ങളോട് ചേർന്ന് നടത്തുന്ന ഈ 8 ക്യാമ്പ് അവരെ ആദരിച്ചുകൊണ്ട് ഞങ്ങളൊരു സ്നേഹോപഹാരം നൽകാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് ശ്രീ നന്ദാക്ഷനെ ക്ഷണിച്ചു കൊടുത്തു. OICCയുടെ
ശ്രീ ജെ ഡിസ്ട്രിക്ട് കാസർഗോഡ് ഡിസ്ട്രിക്ട് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജെ ഉപഹാരം ഏറ്റുവാങ്ങുന്നു. Thank you,